എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്നുള്ളത് വിശദീകരിക്കാൻ ശ്രീ ജി മധുസൂദനന് കഴിയുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ മധുസൂദനൻ, ഇതുവരെയും ഒരു ഡ്രീം ലൈനർ അപകടം ഇതുപോലെ ഉണ്ടായിട്ടില്ല, ഇതുപോലെ ജീവൻ എടുത്തിട്ടില്ല. 2011 പുറത്തിറക്കിയിട്ടുള്ള ബോയിങ്ങിൻ്റെ ഈ വിമാനം ഏറ്റവും സുരക്ഷിതത്വമുള്ളത്, ഏറ്റവും അഡ്വാൻസ്ഡ് എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടു 23-ാം നമ്പർ റൺവേയിൽ നിന്ന് കുതിച്ചുയർന്ന് 2 മിനിറ്റിനകം ആ വിമാനം തകർന്ന് താഴെ വീഴുകയാണ്. കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് അത്ഭുതവും ആശ്ചര്യവും ആശങ്കയുമാണ് തോന്നിയത്. ഈ അപകടം എങ്ങനെ സംഭവിച്ചിരിക്കാനാണ് സാധ്യത? അതായത് ഡ്രീം ലൈനർ ലോകത്തിൽ ക്രാഷ് ആവുന്നത് ആദ്യമായ സംഭവമാണ്. ഒരു ഡ്രീം ലൈനറിൻ്റെ 2 എഞ്ചിനും ഒരേ സമയം ഫെയിലർ ആവുന്നതും ലോകത്ത് ആദ്യ സംഭവമാണ്. ഡ്രീം ലൈനർ ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയ വിമാനങ്ങളിൽ ഒന്നായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതേവരെ ഇറങ്ങിയിട്ടുള്ള ഏകദേശം 1100-ൽ പരം ഡ്രീം ലൈനേഴ്സ് സർവീസ് നടത്തുന്നുണ്ട്. ഇതിൽ മേജർ ആക്സിഡൻ്റ് എന്ന് പറയാൻ ഇപ്പോൾ മാത്രം ഉണ്ടായിട്ടുള്ള ഇതാണ്. നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം 32 വർഷത്തോളം ATC ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 30,000ഓളം ടേക്ക് ഓഫും ലാൻഡിങ്ങും ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ടേക്ക് ഓഫ് എന്നെ വളരെയധികം ഉത്കണ്ഠാകുലനാക്കി ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ. കാരണം വിമാനം നേരേക്ക് പോകുന്നു, ഒരു 600 അടി ആയിട്ടുണ്ടായില്ല, 200 അടി അടുത്ത് എലിവേഷനാണ്. 400 അടി മാത്രമേ വിമാനം എത്തിക്കാണുള്ളൂ. ആ സമയത്ത് പെട്ടെന്ന് താഴേക്ക് വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ദൈവം വിളിക്കുന്നത്, ഞാൻ ഐ മീൻ ഡിസ്ട്രസ്, മേഡേ 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 എന്ന് വിളിക്കുന്നു. ആ മേഡേ എയർ ട്രാഫിക് കൺട്രോളർ അക്നോളജ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വലിയൊരു എക്സ്പ്ലോഷനാണ് കാണുന്നത്. ഈ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബോംബ് പൊട്ടുന്ന അതിഭീകരതയോടെ ആണ് നമ്മളത് കണ്ടത്. ഇനി ഈ വിമാനത്തെ പൊതുവെ പറയുകയാണെന്നുണ്ടെങ്കിൽ 3 കാരണങ്ങളാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത് ഒരു വിൻഷിയർ, രണ്ടാമത് ബേർഡ് ഹിറ്റ്, മൂന്നാമത് വേണ്ടത്ര എൻജിൻ ത്രസ്റ്റ് കിട്ടായിക. ബേർഡ് ഹിറ്റിൻ്റെ ചാൻസ് ഞാനത് കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേർഡിനെ കണ്ടതായിട്ട് പൈലറ്റ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അടുത്ത വിൻഷിയർ വാർണിംഗ് അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ മൂന്നാമത്തെ ചാൻസ് എന്ന് പറയുന്നത് എയർക്രാഫ്റ്റിൻ്റെ ത്രസ്റ്റും പവറും തമ്മിലുള്ള മിസ്മാച്ചാണ്. അതായത് ഓരോ വിമാനത്തിന് ഒരു മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ 0 ഫ്യൂൽ വെയിറ്റും ഉണ്ട്. അപ്പോൾ ഈ മിസ്മാച്ചിൽ എവിടെയോ സംഭവിച്ച ഒരു അപാകത ആയിരിക്കില്ലേ എന്നാണ് എനിക്ക് ഈ അപകടത്തെക്കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞൊരു 37 സെക്കൻഡുകൾ എന്ത് സംഭവിച്ചു എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഞങ്ങൾ നേരത്തെ ബ്ലാക്ക് ബോക്സിൽ വിവരങ്ങൾ കിട്ടുന്ന മുറയ്ക്ക് അത് ലോകത്തിന് വെളിപ്പെടുമെന്ന കാര്യം സൂചിപ്പിച്ചു. എങ്കിലും അങ്ങയുടെ ഒരു അനുഭവത്തിൽ നിന്ന് ഇത്രയും പെട്ടെന്ന് ഇപ്പോൾ ഒരാളാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത്, എങ്ങനെ എന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ലോകം തന്നെ കാത്തിരിക്കുകയാണ്. എങ്ങനെ സംഭവിച്ചു, ആ രക്ഷപ്പെടൽ എങ്ങനെ ഉണ്ടായി എന്നത്. അപ്പോൾ ആ അത്രയും കുറച്ച് സെക്കൻഡുകളിൽ ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഉണ്ട് എന്നൊക്കെ കമ്പനി അവകാശപ്പെടുന്നതാണ്. ഇതുവരെ അങ്ങനെ അപകടങ്ങൾ ഉണ്ടായിട്ടുമില്ല. അപ്പോൾ ആ അത്രയും ചെറിയ സമയം കൊണ്ട് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു വിമാനം തകർന്നു പോകണമെങ്കിൽ അത്ര ഗുരുതരമായ പിഴവായിരിക്കാൻ സംഭവിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഒരു സൂചന പോലും ഇതിൻ്റെ മുൻപായി നടക്കുന്ന ക്ലിയറൻസ് നടപടികളുണ്ടല്ലോ, ഈ ഫ്ലൈറ്റ് പറന്നു വരുന്നതിന് മുൻപ്. അപ്പോൾ അതിലൊന്നും ഒരു സൂചനയും കിട്ടിയിട്ടുണ്ടാകില്ല എന്നത് ഉറപ്പാണോ? അതായത് പൈലറ്റ്സ് ആൻഡ് എയർ ട്രാഫിക് കൺട്രോളേഴ്സിലെ സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ തീരുമാനങ്ങൾ എടുക്കാൻ ട്രെയിൻ ചെയ്യപ്പെട്ടവരാണ്. അപ്പോൾ അവരത്തരം തീരുമാനങ്ങൾ സമയാസമയങ്ങൾ എടുക്കുകയും ചെയ്യും എന്നുള്ള വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. അങ്ങനെ ഈ കേസിലും എടുത്തിട്ടുണ്ടാകണം. ഫൈനൽ ഫേസ് ഓഫ് ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് വിമാനത്തിന് വേണ്ടത്ര ത്രസ്റ്റ് കിട്ടാത്ത സമയത്ത് ഒരു കോക്പിറ്റ് കമ്മോഷൻ ഉണ്ടായിരിക്കാനുള്ള ചാൻസ് ഞാൻ തള്ളിക്കളയുന്നില്ല. ഇനി അതായത് അതിൻ്റെ ബ്ലാക്ക് ബോക്സും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും കിട്ടിയിട്ടെങ്കിൽ മാത്രമേ അനലൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. അവിടെ ശ്രീ ജി മധുസൂദനൻ, ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ഏവിയേഷൻ എക്സ്പെർട്ടുകൾ സംസാരിക്കുമ്പോൾ ഇതിൻ്റെ വീഡിയോ കണ്ട് ചില സംശയങ്ങൾ പറഞ്ഞിരുന്നു. ഇതിൻ്റെ ചിറകുകളിലെ ഫ്ലാപ്പുകൾ പ്രോപ്പർ ആയിരുന്നില്ല, ഒരുപക്ഷെ ഒരു പോസിബിൾ ഹ്യൂമൻ എറർ എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരുന്നു. അതിനുള്ള സാധ്യതകൾ, അതായത് 8200 മണിക്കൂർ പറത്തി പരിചയമുള്ള പൈലറ്റാണ് എങ്കിൽ പോലും ഒരു മാനുഷികമായ പിഴവ് സംഭവിച്ചിരിക്കാനുള്ള സാധ്യത നമ്മൾ തള്ളിക്കളയണോ? അതായത് ആ പൈലറ്റിന് ഈ പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് എയർക്രാഫ്റ്റിൽ എത്രമാത്രം ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട് എന്നതൊരു ഘടകമാണ്. അതിനുള്ള സാങ്കേതിക കാര്യങ്ങൾ
എല്ലാം നമുക്കൊരു ഇൻവെസ്റ്റിഗേഷനിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ മറ്റ് അമേരിക്കയിൽ നിന്നടക്കമുള്ള ഏജൻസികൾ ഈ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ട്. അവർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഈ ഒരു ഇത്രയും വലിയൊരു അപകടം ഉണ്ടായ സ്ഥിതിക്ക് നമുക്ക് വ്യോമയാന മേഖലയിൽ വലിയൊരു പ്രതിസന്ധി ഉണ്ടാകുമോ എന്നൊരു ആശങ്കയൊക്കെ ഉണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും അത് മറികടന്ന് പോവുകയും ചെയ്യും. എങ്കിലും അടിയന്തരമായി എയർ ഇന്ത്യയും അല്ലെങ്കിൽ വ്യോമയാന മന്ത്രാലയം ഒക്കെ സ്വീകരിക്കേണ്ട എന്തെങ്കിലും ഒരു ഈ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു മാറ്റങ്ങളോ അല്ലെ എന്തെങ്കിലും അനിവാര്യമായ എന്തെങ്കിലും രീതി മാറ്റങ്ങൾ ആവശ്യമായിട്ടുണ്ടോ? അങ്ങയുടെ ഈ അനുഭവത്തിൽ നിന്ന് അങ്ങേക്ക് എന്ത് തോന്നുന്നു? ഏവിയേഷൻ ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ സഞ്ചാര മാർഗമാണ്. അതായത് 1 മില്യൺ വിമാനം മൂവ്മെൻറ്റ്സ് നടക്കുമ്പോൾ 0.94 ആണ് ശരിക്കും ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് വളരെ മൈന്യൂട്ട് ആക്സിഡൻറ്റ് ഈ എക്സ്ട്രീം കേസുകളിൽ മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഏവിയേഷൻ മേഖലയെ ഒരു കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല. എല്ലാവരും തറോ പ്രൊഫഷണൽസാണ്. അവരതിനനുസരിച്ച് ട്രെയിൻഡാണ്, ക്വാളിഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയാണ് ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അവർ ഭംഗിയായിട്ട് ചെയ്യും. അവരിൽ അവിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമില്ലെന്ന് എൻ്റെ വിശ്വാസം. ഒപ്പം ഇപ്പോൾ ബോയിങ്ങിനെ കുറിച്ച് പല വിമർശനങ്ങളാണ് ഉയരുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല പുറത്തും ഉയരുന്നുണ്ട്. പലരും ചൂണ്ടിക്കാണിക്കുന്നുള്ളത് മാത്രമല്ല ബോയിങ്ങിൻ്റെ ഷെയറുകൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഇപ്പോൾ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ മുൻപാകെ ബോയിങ്ങിൻ്റെ തന്നെ ഒരു എഞ്ചിനീയർ കൊടുത്തിട്ടുള്ള ഒരു മൊഴി എന്ന് പറയുന്നത് ചില സീരിയസ് ആയിട്ടുള്ള സാങ്കേതിക തകരാറുകൾ ഈ ഡ്രീം ലൈനറിന് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിലൊക്കെയുള്ള പരിശോധനകളിലേക്ക് ഈ അപകടം വഴിതെളിക്കുമോ? എന്ത് തോന്നുന്നു? അങ്ങനെയുള്ളതായിട്ട് ഇത് പറപ്പിക്കുന്ന പൈലറ്റ്സ് ആരും കംപ്ലയിൻറ്റ് ചെയ്തതായിട്ട് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. വളരെ മികച്ച സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് എയർക്രാഫ്റ്റ് ആണ് എന്നാണ് ഈ ബോയിങ് 787 ഡ്രീം ലൈനിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. അതിന് കമ്പനിയിലുള്ള ഇന്റേണൽ മാറ്റേഴ്സ് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഈ വിമാനം ഇറങ്ങി 2011 ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിന് അടുത്ത 2-3 കൊല്ലം 2013-14 കാലഘട്ടത്തിൽ വരെ പല വിമാന കമ്പനികളും സർവീസ് കമ്പനികളും ഇത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇലക്ട്രിക്കൽ പ്രശ്നങ്ങളൊക്കെ കാര്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്ന വിവരങ്ങളുണ്ട്. പിന്നീട് അതൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ ഗുരുതരമായ പ്രശ്നങ്ങളല്ല എന്ന് കമ്പനി അവകാശപ്പെടുകയൊക്കെ ചെയ്തു. അപ്പോൾ അന്നുണ്ടായ പ്രശ്നങ്ങളുടെ ഒരു തുടർച്ച ഏതെങ്കിലും നിലയ്ക്കുണ്ടോ? ഇപ്പോൾ അവിടെ അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടെ തന്നെ ജോലി ചെയ്ത ഒരു എഞ്ചിനീയറാണ് ഇതിലെ ഗുരുതരമായ സുരക്ഷാ പ്രശ്നങ്ങൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അത് ഗൗരവത്തോടെ എടുത്തില്ല എന്ന് കണക്കാക്കേണ്ടി വരുമോ? ഇല്ല, അങ്ങനെ ഞാൻ കരുതുന്നില്ല. കാരണം ലോകത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ് ഏവിയേഷൻ്റെ ഫീൽഡ് നിലവിലുള്ളത്. അതായത് കമ്പനികൾക്കും എയർപോർട്ട് ഓപ്പറേറ്റേഴ്സിനും എയർലൈൻ ഓപ്പറേറ്റേഴ്സിനും എല്ലാം ബാധകമായിട്ടുള്ള ഒരു സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ലോകത്തെല്ലായിടത്തും നിലനിൽപ്പുണ്ട്. അതിൽ നിന്ന് മാറി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് വോളണ്ടറി സേഫ്റ്റി റിപ്പോർട്ടിംഗ് തൊട്ട് സേഫ്റ്റി റിപ്പോർട്ടിംഗ് വിത്തൗട്ട് പെനിട്രി മെഷേഴ്സ് വരെ നിലവിലുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സേഫ്റ്റിയെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ടതില്ല. ഒപ്പം ശ്രീ ജി മധുസൂദനൻ, ഇപ്പോൾ നമ്മൾ അവസാനത്തെ 3 വിമാന ദുരന്തങ്ങൾ ഇന്ത്യയിൽ എടുത്താൽ മംഗലാപുരം ദുരന്തം 2010 സംഭവിക്കുന്നു. അതും എയർ ഇന്ത്യ ആയിരുന്നു, അതും ബോയിങ് ആയിരുന്നു, ബോയിങ് 737. പിന്നെ സംഭവിക്കുന്നത് കരിപ്പൂരിൽ 2020 സംഭവിക്കുമ്പോൾ അതും എയർ ഇന്ത്യ ആയിരുന്നു, അതും 737 ബോയിങ്. ശരിയാണ്, രണ്ടും ടേബിൾ ടോപ്പർ റൺവേ ആയിരുന്നു എന്നൊരു ഘടകം അവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ 3ാമത്തെ ദുരന്തം അതും ബോയിങ്ങും എയർ ഇന്ത്യയുമാണ്. പലതരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ടെന്ന് മാത്രമല്ല, ഇന്നലെ ഒരു യാത്രക്കാരൻ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് വന്ന ഫ്ലൈറ്റിൽ വന്നിരുന്ന യാത്രക്കാരൻ വീഡിയോ എടുത്ത് ഈ വിമാനത്തിൻ്റെ ഇന്റീരിയർ മുഴുവൻ പൊളിഞ്ഞു കിടക്കുകയാണ്, എന്തോ അസ്വാഭാവികമായി ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് പോലും നമ്മൾ കണ്ടു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ അവസാനം നടന്ന 3 വിമാന ദുരന്തങ്ങളിലും എയർ ഇന്ത്യയും ബോയിങ്ങും തന്നെ ഇൻവോൾവ് ആയിട്ടുള്ളത് എന്ന് ഒരു സംശയം ആർക്കും തോന്നാമല്ലോ? അതിന് നമ്മൾ പ്രത്യേകിച്ച് ബോയിങ് എന്ന തരത്തിൽ കാണേണ്ട ആവശ്യമില്ല. മറിച്ച് ചില കേസുകളിൽ ഫറ്റീഗ് ഇൻഡ്യൂസ്ഡ് ഡിസിഷൻ മേക്കിംഗ് സംഭവിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഈ പൈലറ്റ്സിൻ്റെ ഓവർ എക്സഷൻ, ഡ്യൂട്ടി സമയത്തിൻ്റെ അധികം ഡ്യൂട്ടി ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, ഇത്തരം കാര്യങ്ങളിൽ ഫറ്റീഗ് ഇൻഡ്യൂസ്ഡ് ഡിസിഷൻ മേക്കിംഗ് മൂലം ചില അപാകതകൾ സംഭവിച്ചിട്ടുണ്ടാകാം. ഇത് ബോയിങ്ങിൽ മാത്രമോ അല്ലെങ്കിൽ എയർബസിലോ ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസ് അല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് സേഫ്റ്റി മെക്കാനിസം നിലനിൽക്കുന്ന ഒരു സംവിധാനമാണ് ഏവിയേഷൻ. പിന്നെ ദർ ഈസ് നത്തിങ് കാൾഡ് അബ്സല്യൂട്ട് സേഫ്റ്റി ഇൻ ഏവിയേഷൻ.
അതും നമ്മൾ കണക്കിലെടുക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ ദിവിഷ്? ഒരു വാഹനത്തിന് അബ്സല്യൂട്ട് സേഫ്റ്റി എന്ന് പറയുന്ന കാര്യം നമ്മൾ ഡിമാൻഡ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, ഏറ്റവും കുറവ് അപകട നിരക്കുള്ളത് വ്യോമയാന രംഗത്താണ്. എന്തായാലും വളരെ നന്ദി ശ്രീ ജി മധുസൂദനൻ ഞങ്ങളോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞത്.